ശ്രീ ഹസ്കറിനും ശ്രീ വസന്തനും സ്വല്പം ഒന്ന് രണ്ട് കാര്യങ്ങളിലും മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, പൊതുവിദ്യാഭ്യാസത്തിനെ പറ്റിയൊക്കെ ശ്രീ ഹസ്കർ വളരെ മനോഹരമായി സംസാരിച്ചു. ഈ ഭാരതീയ വിദ്യാനികേതന്റെ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം പ്രാവർത്തികമാക്കുന്ന വിദ്യാലയങ്ങളെ പൊതുവിദ്യാലയങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു കുഴപ്പമില്ല. കാരണം അവിടെ ഹിന്ദു കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നത്, ക്രൈസ്തവരും മുസ്ലിങ്ങളുമായ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് ഈ കുട്ടികളുടെ മുമ്പിൽ കാട്ടിക്കൂട്ടിയതോ മഹാ അപരാധമാണ് ഗുരുപൂജ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, കൊച്ചു കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിലിട്ട് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനെ വെട്ടി കൊന്നപ്പോൾ ഇവർ എവിടെയായിരുന്നു? പാലക്കാട് വിക്ടോറിയ കോളേജിലെ സരസ്വതി ടീച്ചറിന്റെ കുഴിമാടം തീർത്ത് റീത്ത് സമർപ്പിച്ചു. ഈ അടുത്ത സമയത്ത് ഒരു ഇടതുപക്ഷ നേതാവ് ഒരു ചർച്ചയിൽ പറഞ്ഞത് കേട്ടു, അത് ആർട്ട് ഇൻസ്റ്റലേഷൻ ആണ് എന്ന് പറയും. അത്രമാത്രം ന്യായീകരണമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു IFS ഓഫീസറായ TP ശ്രീനിവാസനെ പൊതുസമൂഹത്തിൽ വെച്ച് തല്ലി താഴെ വീഴ്ത്തിയപ്പോൾ ഇവരുടെ സംസ്കാരം എവിടെയായിരുന്നു? നേരത്തെ ഒരു പാവം പിടിച്ച ബീഹാറിൽ നിന്ന് വന്ന IAS ഓഫീസറുടെ ചുമലിൽ കൂടെ കരിയോയില് ടാർ ഒഴിച്ചപ്പോൾ ഇവരുടെ സംസ്കാരം എവിടെയായിരുന്നു? ഈ സംസ്കാരങ്ങളെ കാണാതെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി, ശ്രദ്ധിക്കണം, നിഖിൽ വധക്കേസിലും അസ്ലാം വധക്കേസിലും പ്രതിയായിട്ടുള്ള ടെൻഷൻ ശ്രീജിത്ത് എന്ന് വിളിക്കുന്ന തെക്കേ കണ്ണോളി ശ്രീജിത്ത് ധർമ്മടം നോർത്ത് വില്ലയിലെ ബാലസംഘത്തിന്റെ പരിപാടിയിൽ വന്ന് സാരോപദേശ ക്ലാസ് കൊടുത്തതിന് തീവ്രത കുറവാണെന്നാണ് ശ്രീ അസ്ലാം ഈ ഹസ്കർ സാർ സൂചിപ്പിക്കുകയുണ്ടായത്. ഇവരുദ്ദേശിക്കുന്ന സംസ്കാരം ഇതൊക്കെ തന്നെയാണ്. ഈ സംസ്കാരം നടപ്പാക്കാന് ഭാരതീയ വിദ്യാനികേതന്റെയോ ഭാരതീയ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന സംസ്കാരവും ഇദ്ദേഹം പറഞ്ഞ സംസ്കാരവും രണ്ടാണ്. ഈ സംസ്കാരങ്ങൾ പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്ത മഹാഭൂരിപക്ഷം ജനങ്ങളുമാണ് കേരളത്തിൽ ഇന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കുക, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വളരെ വലിയ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വിഷയം മാറാൻ ഞാനതൊക്കെ പല മാധ്യമങ്ങളിലും പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. ശ്രീ വസന്ത് സൂചിപ്പിക്കുകയുണ്ടായി. ഞാനൊരു കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണ് ഇവിടുത്തെ DYFI, SFI, KSU, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ. പണ്ട് എന്നോ ഒരു കാലത്ത് ഒരു സന്യാസി സ്വാമി എന്തോ ഒരു കുഴപ്പം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സന്യാസി ആശ്രമങ്ങളെല്ലാം ഇവിടുത്തെ DYFIക്കാരും KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരോട് തല്ലി തകർത്തു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ മാർച്ച് നടത്തിയ കക്ഷികളൊക്കെ തന്നെ ചേലാകർമ്മം നടത്തിയ ഒരു കുട്ടി മരിച്ചു, ആരെങ്കിലും അപലപിച്ചോ? സുന്നത്ത് നടത്തുമ്പോൾ ഏത് കുട്ടിയുടെ അനുവാദം മേടിച്ചാണ് ആ കുട്ടിയുടെ ലിംഗാഗ്രം ഛേദിക്കുന്നത്? അത് ബാലാവകാശത്തിന്റെ പരിധിയിൽ വരില്ലേ? ഫേസ്ബുക്കിൽ ഒരു പേജുണ്ട്, മദ്രസകളിലെ പീഡനം എന്നൊരു പേജുണ്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. കേരളത്തിലെ മദ്രസകളില് പീഡിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ കഥനകഥയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വരുന്ന ഒരു ഫേസ്ബുക്ക് പേജാണ് കേരളത്തിലെ മദ്രസകളിലെ പീഡനങ്ങൾ. ഒരു മദ്രസയിലെ പീഡനം നടത്തി കഴിയുമ്പോൾ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസോ KSUക്കാരോ SFIക്കാരോ ഏതെങ്കിലും മദ്രസ തല്ലി തകർക്കാനോ അതിനെതിരെ മുദ്രാവാക്യം വിളിക്കാനോ അവിടേക്ക് ഘോഷയാത്ര നടത്താനോ അവിടേക്ക് ശവമഞ്ചം തീർക്കാനോ തയ്യാറാകുന്നുണ്ടോ? അന്നേരം ഇവിടുത്തെ ഹിന്ദു എന്തെങ്കിലും കാണിച്ചാൽ അത് സംസ്കാര വിരുദ്ധം, ഭാരതത്തിന് വിരുദ്ധം, അല്ലെങ്കിൽ ഇതൊക്കെ പഴയ കാലത്തെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ്, പുരാതന കാലഘട്ടത്തിലേക്ക് വസന്ത് സൂചിപ്പിച്ചതുപോലെ മനുസ്മൃതി കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ പഴഞ്ചനാശയങ്ങൾ ഇവർ പറയുന്ന കൂടി ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ കൂടി അതിനുള്ള മറുപടി വസന്ത്.